കൊണാർക്ക് സൂര്യക്ഷേത്രം ഒഡീഷയിലെ പുരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രസിദ്ധമായ ഒരു നിർമ്മിതിയാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. പുരിയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ വടക്ക് കിഴക്കായി ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് കൊണാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഭുവനേശ്വറിൽ നിന്നും ഏകദേശം 65 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. AD 13-ാം നൂറ്റാണ്ടിൽ ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ ഒന്നാമൻ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സൂര്യഭഗവാന്റെ രഥത്തിൻ്റെ ആകൃതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൊണാർക്ക് സൂര്യക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ വളരെ വിപുലവും ഒഡീഷയുടെ സംസ്കാരത്തിൽ ആഴ്ന്നിറങ്ങിയതുമാണ്. പ്രധാനമായും 2 കഥകളാണ് ഇതിന് പിന്നിലുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുത്രനായ സാംബനുമായി ബന്ധപ്പെട്ട കഥയാണ് ഒന്നാമത്തേത്. സാംബൻ അതിസുന്ദരനായിരുന്നു. എന്നാൽ സാംബന്റെ സൗന്ദര്യത്തിൽ അഹങ്കാരം വന്നതിലാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ ആണെന്നറിയില്ല, ഈ സാംബനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുഷ്ഠം വരട്ടെ എന്ന് ശപിക്കുന്നുണ്ട്. ചില കഥകളിൽ നാരദമുനിയുടെ തന്ത്രങ്ങൾ കാരണമാണെന്നും പറയുന്നു. രോഗബാധിതനായ സാംബൻ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ തീരുമാനിച്ചു. ചന്ദ്രഭാഗ നദീ സമുദ്രത്തോട് ചേരുന്ന മൈത്രേയ വനത്തിലിരുന്നു കൊണ്ട് 12 വർഷം അദ്ദേഹം കഠിന തപസ് ചെയ്തു. സാംബന്റെ ഭക്തിയിൽ പ്രീതനായ സൂര്യഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകുകയും രോഗം സുഖപ്പെടുത്തുകയും ചെയ്തു. പിറ്റേന്ന് ചന്ദ്രഭാഗ നദിയിൽ കുളിക്കുമ്പോൾ സാംബന് സൂര്യഭഗവാന്റെ ഒരു വിഗ്രഹം ലഭിച്ചു. ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാനാണ് അദ്ദേഹം ആദ്യമായി അവിടെ ഒരു ക്ഷേത്രം പണിതത്. ഈ സ്ഥലമാണ് പിന്നീട് നരസിംഹദേവൻ രാജാവ് കൂറ്റൻ ക്ഷേത്രമായി പുനർനിർമ്മിച്ചത്. മറ്റൊരു ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. വളരെ വികാരനിർഭരമായ ഒന്നാണിത്. നരസിംഹദേവൻ രാജാവ് 1200 വിദഗ്ധ ശില്പികളെ വെച്ചാണ് ഈ ക്ഷേത്രം പണിതത്. ബിഷു മഹാറാണ ആയിരുന്നു അവരുടെ തലവൻ. 12 വർഷം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി. എന്നാൽ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലെ ദധിനൗതി ഉറപ്പിക്കാൻ ശില്പികൾക്ക് സാധിച്ചില്ല. പണി പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ കോപിഷ്ഠനായ രാജാവ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ 1200 ശില്പികളുടെയും തല വെട്ടുമെന്ന് ഉത്തരവിട്ടു. ബിഷു മഹാറാണ ക്ഷേത്ര നിർമ്മാണത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ധർമ്മപദ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. 12 വർഷത്തിന് ശേഷം തൻ്റെ അച്ഛനെ തിരക്കി ധർമ്മപദ ക്ഷേത്രത്തിലെത്തി. ബുദ്ധിശാലിയായ ആ ബാലൻ ശില്പികളുടെ വിഷമം മനസ്സിലാക്കി. ശില്പകലയിൽ അസാമാന്യ അറിവുണ്ടായിരുന്ന ധർമ്മപദ ആരും കാണാതെ ക്ഷേത്രത്തിന് മുകളിൽ കയറി ദധിനൗതി കൃത്യമായി ഉറപ്പിച്ചു. എന്നാൽ ഒരു ചെറിയ കുട്ടി പണി പൂർത്തിയാക്കി എന്നറിഞ്ഞാൽ രാജാവ് ശില്പികളെ ശിക്ഷിക്കുമെന്ന് ഭയന്ന് തൻ്റെ അച്ഛൻ്റെയും സഹപ്രവർത്തകരുടെയും ജീവൻ രക്ഷിക്കുവാൻ ധർമ്മപദ എന്ന ആ കുട്ടി ക്ഷേത്രത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ജീവൻ വെടിഞ്ഞു. ദിവസവും രാവിലെ 6 മുതൽ 8 വരെ ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് സന്ദർശകർക്കായി പ്രവേശനമുണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ടാവുന്നതാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ പുരിയിൽ നിന്നും കൊണാർക്കിലേക്ക് എപ്പോഴും ടാക്സി അല്ലെങ്കിൽ ബസ് സൗകര്യം ഉള്ളതാണ്. പുരിയിൽ നിന്നും ഭുവനേശ്വറിലേക്ക് ധാരാളം വണ്ടികൾ മറൈൻ ഡ്രൈവ് വഴിയാണ് എത്തിച്ചേരുന്നത്. ആ മറൈൻ ഡ്രൈവ് വരുമ്പോഴാണ് നമുക്ക് ചന്ദ്രഭാഗ ബീച്ച്, രാംചന്ദി ടെമ്പിളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7 കുതിരകൾ വലിക്കുന്ന കൂറ്റൻ രഥത്തിൻ്റെ രൂപത്തിലുള്ള ഈ ക്ഷേത്രത്തിന് 24 ചക്രങ്ങളാണുള്ളത്. ഇതിലെ ശില്പകലയും സൂര്യപ്രകാശത്തിനനുസരിച്ച് സമയം കണക്കാക്കാൻ സഹായിക്കുന്ന ചക്രങ്ങളും വാസ്തുവിദ്യയിലെ തന്നെ അത്ഭുതങ്ങളായി എന്നും നിലനിൽക്കുന്നു. നമുക്ക് പോകാം കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലേക്ക്. നന്ദി.